ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കൊല്ലം വിജിലൻസ് കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതേസമയം വാജിവാഹന കൈമാറ്റത്തിനിടയാക്കി 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ കേസെടുക്കാനാണ് SIT നീക്കം. വാജിവാഹനം കൈമാറിയതിൽ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലിനുമാണ് ഉത്തരവാദിത്തമെന്ന് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന K രാഘവൻ 24നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. ഞാൻ ദേവസ്വം ബോർഡിൽ വരുന്നതിന് മുമ്പാണ് പഴയ കൊടിമരം മാറ്റുന്നതും പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ യോഗങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ ഞാനില്ലായിരുന്നു. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ല. എനിക്കതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുമാണ്. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ മറ്റു പലതും പറയുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ഒരു മോഷണം പിടിച്ചപ്പോൾ മുൻപ് നടത്തിയ മോഷണങ്ങളും അന്വേഷിക്കുന്നത് സാധാരണമല്ലേ എന്നാണ് മന്ത്രി P രാജീവിന്റെ ചോദ്യം. ഇരുവരുടെയും പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും CPM സ്വീകരിക്കുന്നില്ല. അവരെ പൂർണ്ണമായി ഗവൺമെന്റും CPM-ഉം സംരക്ഷിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്ഥിതി. അതിന് മറുപടി പറയണം, ഗവൺമെന്റും പറയണം, CPM-ഉം പറയണം. ഇപ്പോ കയറ്റിയത് ആരാണെന്ന കാര്യം ഏകദേശം വ്യക്തമായല്ലോ. കയറ്റിയത് ആര് എന്നതിൽ നല്ല വ്യക്തത വന്നു. ഇപ്പോൾ ഒരു മോഷണം പിടിച്ച് പോലീസ് അന്വേഷിച്ച് അത് വളരെ ഗൗരവമായി നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ അന്വേഷണത്തിനിടയിലാണ് വേറൊരു മോഷണം നടത്തിയപ്പോൾ കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടോ കുറെ കൂടി സ്ട്രോങ് ആവും. രണ്ടാമത്തെ കേസ് സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കേസ് ഗൗരവമുള്ളതാവും. പൊതിഞ്ചെന്ന് കട്ടതാണോ മൊത്തം സ്വർണം കട്ടതാണോ എന്ന പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അടുത്ത ഗൗരവമായി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ SIT അന്വേഷണം നടത്തുന്നു. ഹൈക്കോടതി പൂർണ്ണമായും അതിനകത്ത് സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ അന്വേഷണം ഏതറ്റം വരെയും പൊക്കോട്ടെ. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ഗുഡ് ഈവനിംഗ് 24-ൽ തത്സമയം. ഷഫീദ്, വളരെ പ്രധാനമാണ് VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം. അത് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കോടതി ഇപ്പോൾ അത് SITക്ക് കൈമാറിയിരിക്കുന്നു. ഇനി അടുത്ത നടപടി എന്നുള്ളത് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് SIT സമർപ്പിക്കുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച നടക്കാൻ പോവുകയാണ്. അന്വേഷണത്തിൽ വളരെ നിർണായകമാകാൻ പോവുകയല്ലേ? ഇതിൽ പഴയ സ്വർണം തന്നെയാണോ ഈ സ്വർണ്ണപ്പാളിയിൽ ഉണ്ടായിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരിശോധനാ ഫലത്തിൽ ഇപ്പോഴുണ്ട്. അനുജ, ഉറപ്പായിട്ടും അനുജ, നിലവിൽ ഇപ്പോൾ SITയുടെ കയ്യിലിരിക്കുന്ന മുദ്രവെച്ച കവറിലെ റിപ്പോർട്ട്, അതിലെ കണ്ടെത്തൽ, അത് വീര്യമേറിയൊരു ബോംബാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഏത് വഴിക്ക് മുന്നോട്ട് പോകും എന്ന് നിർണ്ണയിക്കാൻ ശേഷിയുള്ള കണ്ടെത്തലാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇന്നലെയാണ് VSSCയിൽ നിന്ന് മുദ്രവെച്ച കവറിൽ ആ പരിശോധനാ ഫലങ്ങൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിന്ന് SIT അന്വേഷണ സംഘ തലവനായിട്ടുള്ള SP-ക്ക് തന്നെ നേരിട്ട് കൈമാറി. ഇനി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് മാത്രമാണ് ഇതിനകത്ത് എന്ത് ആണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയാവുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം VSSCക്ക് നൽകിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണത്. അതിൽ പറയുന്നത് UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ SIT കണ്ടെടുത്തത്. ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണം UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ? നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, സ്വർണത്തിന്റെ പുരാവസ്തു മൂല്യം എന്നീ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിന് ഗൗരവമേറുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കും. അതിനിടെയാണ് ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട ആ കൈമാറ്റത്തിനിടയാക്കി 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ കേസെടുക്കാൻ SIT ആലോചിക്കുന്നത്. കൊടിമരം പുനഃസ്ഥാപിക്കാനെടുത്ത തീരുമാനം മുതൽ വാജിവാഹന കൈമാറ്റം വരെ സംശയകരമെന്നാണ് SITയുടെ നിലപാട്. അത് സംശയിക്കാൻ ചില കാരണങ്ങളുമുണ്ട്. കൊടിമര നിർമ്മാണത്തിന് എന്ന പേരിൽ 2016 ദേവസ്വം ബോർഡ് വ്യാപകമായി പണം പിരിച്ചു. പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവിലും അഷ്ടപതി പാലകർ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ കാര്യത്തിലും വ്യക്തതയില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹൈക്കോടതി അന്വേഷണത്തിന് അനുമതി നൽകിയാൽ SITയുടെ അന്വേഷണ പരിധിയിൽ അതും വരും. 2016 അല്ലെങ്കിൽ 2017 നമുക്കറിയാം പ്രയാർ ഗോപാലകൃഷ്ണ നേതൃത്വത്തിലുള്ള UDFന്റെ ബോർഡാണ് ഭരിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അനുജ.
ഇതിലിപ്പോൾ ഈ ദേവസ്വം ബോർഡ് മുൻ അംഗം അത് CPIM അംഗമാണ്. ഇന്നലെ ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ടതാണ് എന്ന്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തന്റെ കാലത്ത് താൻ അവിടെ അംഗമായിരുന്ന സമയത്തല്ല ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ തനിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു, അതിലൊക്കെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണല്ലോ. ഒപ്പം ഈ താനൊരു പ്രതിപക്ഷം അംഗം മാത്രമായിരുന്നു, ഭരണസമിതി UDF-ന്റേതായിരുന്നു എന്നും വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു പങ്കുമില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ. CPIM ആലപ്പുഴ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണല്ലോ അദ്ദേഹം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. നമുക്കറിയാം അനുജ, ഈ രാഘവൻ അദ്ദേഹം ആ സമയത്ത് ബോർഡ് അംഗമായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി അദ്ദേഹം ആ വാദമായിരിക്കും ഉന്നയിക്കുക. പക്ഷേ SITയെ സംബന്ധിച്ച് 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ പരിപാടികളൊക്കെ നടക്കുന്നത്. മാത്രവുമല്ല ആ സമയത്താണ് വാജിവാഹനം ഇളക്കി മാറ്റുകയും അത് തന്ത്രിക്ക് കൊടുത്തുവിടുകയും ഒക്കെ ചെയ്തത്. വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടതിൽ തന്നെ ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് 2012 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ്, അത് കേവലം നോട്ടീസല്ല, അതൊരു ഉത്തരവാണ്. അതെല്ലാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഓഫീസുകളിലേക്കും എത്തിച്ച ഒരു ഉത്തരവാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കാര്യം അത് മെയിൻ്റനൻസിനോ അതല്ലെങ്കിൽ അത് കാലക്രമേണ അത് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്നുള്ളതാണ്. എന്നാൽ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നടന്നത്. തന്ത്രിയുടെ വീട്ടിലായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് തന്ത്രി തന്നെ തന്റെ പക്കൽ ഇതുണ്ട് എന്നൊക്കെ അറിയിക്കുകയും പിന്നീട് അത് കൈമാറുകയും ഒക്കെ ചെയ്തു. നിലവിൽ ഇപ്പോൾ ആ വാജിവാഹനം കൊല്ലം വിജിലൻസ് കോടതിയിലാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ കൊടിമരം വീണ്ടും പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ സംഭാവന പിരിച്ചതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഫീനിക്സ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് സമ്മതിച്ചിരുന്നു. അവരാണ് അത് ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ സംഭാവന പിരിച്ചത് അത് എന്ത് ചെയ്തു, ഏത് വഴിക്ക് പോയി, എത്ര രൂപ സംഭാവനയായി പിരിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ ആ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇല്ല. പക്ഷേ അപ്പോൾ പോലും അജയ് തറയിൽ അടക്കമുള്ള ആളുകളുണ്ട്. അവർ മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം അജയ് തറയിലെ അടക്കം പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ കേട്ടതാണ്. ഏതായാലും തിങ്കളാഴ്ച ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ടായി ഇത് പോകുമ്പോൾ ഇതുകൂടി അന്വേഷണ പരിധിയിൽ വരികയാണെങ്കിൽ ഈ കേസിന്റെ ഗ്രാവിറ്റി കുറച്ചുകൂടി കൂടുതലായി മാറും. അങ്ങനെയാണെങ്കിൽ കേവലം അത് കൊടിമര പുനഃപ്രതിഷ്ഠ മാത്രമായിരിക്കില്ല, അതിനു മുൻപ് പുറകിലേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഹൈക്കോടതി SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതാണ് 2012 ദേവസ്വം ഉത്തരവ്, അത് ലംഘിച്ചുകൊണ്ടാണ് അങ്ങനെ തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയത് എന്നതിന് വിശദാംശങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടതാണ്. യഥാർത്ഥത്തിലുള്ള വാജിവാഹനം തന്നെയാണോ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ളതിലും ഒക്കെയുള്ള ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിന് വളരെ നിർണായകമാകാൻ പോവുകയാണ് വരും ദിവസങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.